വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, SCERT ബേസ്ഡ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷകളിൽ SCERT ചോദ്യം സ്ഥിര സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ SCERT ഭാഗങ്ങളൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു വെച്ച് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? SK വസന്തനാണെന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? ശരിയാണല്ലേ. നമുക്കറിയാം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അപ്പോൾ നമുക്ക് 2021 മുതൽ പറഞ്ഞു പോകാം അല്ലേ. 2021 മുതൽ 2021 ആർക്കാണ് ലഭിച്ചത്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? P വത്സലയ്ക്കാണ് അല്ലേ. P വത്സലയ്ക്കാണ് 2021 ലഭിച്ചത്. P വത്സലയ്ക്കാണ് 2021 ലഭിച്ചത്. 2022 ലഭിച്ചത് ആർക്കാണ്? 2022 ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ്. 2022 ലഭിച്ചത് സേതുവിനാണ്. 2023 ലഭിച്ചത് ആർക്കാണ്? എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവനാണ്. NS മാധവനാണ്. 2024 ലഭിച്ചത് NS മാധവനാണ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം പഠിച്ചു വയ്ക്കുക. എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2021 നമുക്ക് എത്രയാണ് തുക വരുന്നത്? എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത് എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്? 5 ലക്ഷം രൂപയാണ് അല്ലേ. 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എന്ന് പറയുന്നത്. 2021 ലഭിച്ചത് P വത്സലയ്ക്കാണ്. 2022 ലഭിച്ചത് സേതുവിനും. 2023 ലഭിച്ചത് SK വസന്തനും. 2024 ലഭിച്ചത് NS മാധവനുമാണ്. വത്സല, സേതു, അതുപോലെ തന്നെ SK വസന്തൻ, പിന്നെ ആരാണ്? NS മാധവൻ. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് എന്താണ്? 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന് പറയുന്ന രചനയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് തെറ്റാണ്ടോ? അത് തെറ്റാണ്. കാരണം നമുക്ക് വയലാർ അവാർഡ് ലഭിച്ചത് 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് എന്ത് ലഭിച്ചത്? 2023 വയലാർ അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2022 S ഹരീഷിൻ്റെ മീശയ്ക്ക് ലഭിച്ചത്. 2022 2022 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കാണ്? S ഹരീഷിൻ്റെ മീശയ്ക്ക് ലഭിച്ചു. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ഏതാണ് നോവൽ പറയുന്നത്? ഏതാണ്? ജീവിതം പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് ലഭിച്ചത്? വയലാർ അവാർഡ് ലഭിച്ചതിൽ ജീവിതം പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. ഇനി ഓക്കെ. അപ്പോൾ 2022 S ഹരീഷിൻ്റെ മീശയ്ക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം പെൻഡുലത്തിനാണ്. 2024 ലഭിച്ചത് ആർക്കാണ്? 2024 ലഭിച്ചത് ആർക്കാണ്? അശോകൻ ചെരുവിനാണ് 2024 ലഭിച്ചത് വയലാർ അവാർഡ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി ഏതായിരുന്നു? കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? വയലാർ അവാർഡ് 2022 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശയ്ക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ്. 2024 അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കാണ്. മനസ്സിലായല്ലോ അല്ലേ? ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഹരീഷിൻ്റെ മീശ എന്ന് പറയുന്നത് 2022 ലഭിച്ചത്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ് ലഭിച്ചതെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? ശരിയാണല്ലേ. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിനാണ് ലഭിച്ചത്. അപ്പോൾ 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചത്. 2023 ആർക്കാണ് ലഭിച്ചത്? 2023 ലഭിച്ചത് ഓടക്കുഴൽ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്?
PN ഗോപികൃഷ്ണനാണ് കേട്ടോ. ആരൊക്കെയാണ്? PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഗോപികൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏത് കവിതയ്ക്കായിരുന്നു? കവിതാ മാംസഭോജിയുടെ കൃതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കവിതാ മാംസഭോജിക്കായി എന്ന് പറയുന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഇനി 2024 നമ്മൾ പറയുന്നുണ്ട്. 2024 അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? K അരവിന്ദാക്ഷനാണ്. K അരവിന്ദാക്ഷൻ 2024 ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? K അരവിന്ദാക്ഷൻ. 2024 K അരവിന്ദാക്ഷനാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്നത് ഗോപയാണ് കേട്ടോ. ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. 2023 ലഭിച്ചത്. ഇനി അംബികാസുധൻ മങ്ങാടിന് എതിരാണ് കൃതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? പ്രാണവായു അല്ലേ. പ്രാണവായു ആണ് കേട്ടോ. കൃതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? പ്രാണവായു എന്ന് പറയുന്ന ഇതിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അംബികാസുധൻ മങ്ങാടിന് പ്രാണവായുവിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2023 PN ഗോപികൃഷ്ണൻ്റെ കവിതാ മാംസഭോജിക്കായി 2024 ആർക്കാണ്? K അരവിന്ദാക്ഷൻ അല്ലേ. K അരവിന്ദാക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ എന്തിനായിരുന്നു? നോവൽ ഏതായിരുന്നു? ഗോപ എന്ന് പറയുന്ന നോവലിനായിരുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തനാണെന്ന് പറഞ്ഞു. അപ്പോൾ 2021 P വത്സലേക്ക് ലഭിച്ചു. 2022 സേതുവിന്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. 2024 ആർക്കായിരുന്നു പറഞ്ഞത്? NS മാധവനാണ്. ഇനി 2022 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മ്യൂസിക്കാണെന്ന് പറഞ്ഞു അല്ലേ. 2022 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മ്യൂസിക്കാണ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? തമ്പി ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം പെണ്ണിലും എന്ന് പറയുന്ന കൃതിക്കാണ്. 2024 ആർക്കാണ്? അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിക്കായിരുന്നു ലഭിച്ചത്. ഇനി ഓടക്കുഴൽ അവാർഡിൽ നമ്മൾ പറഞ്ഞില്ലേ. ഓടക്കുഴൽ അവാർഡ് ഏതാണ്? 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മങ്ങാടിനാണ്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കായിരുന്നു. 2023 PN ഗോപികൃഷ്ണൻ്റെ കവിതാ മാംസഭോജിക്കായി. 2024 ഏതിനാണ്? K അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന് പറയുന്ന കൃതിക്കായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലേ. ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണത്? ശരിയായ പ്രസ്താവനകളാണല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. ശരിയാണല്ലേ. ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ. അപ്പോൾ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത്. അത് ശരിയാണ്. അതുപോലെ തന്നെ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ISRO ചെയർമാൻ മോഹൻ കുമാർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ചന്ദ്രയാൻ 3യുടെ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ S സോമനാഥനായിരുന്നു കേട്ടോ. ഡോക്ടർ സോമനാഥായിരുന്നു ആ സമയത്തെ ISRO ചെയർമാൻ എന്ന് പറയുന്നത്. സോമനാഥ് ആയിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ്ടോ. ISRO ചെയർമാൻ മോഹൻകുമാർ അല്ല. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നാണല്ലേ നമുക്കറിയാം അല്ലേ. പ്രഗ്യാൻ എന്ന് പറയുന്ന റോവറും അതുപോലെ തന്നെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നുമാണ്. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചിലവ് 615 കോടി രൂപയാണ്. അപ്പോൾ ഇതിൽ 1, 3, 4 കണ്ട ശരി പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ സോമനാഥ് ആയിരുന്നു. ചന്ദ്രയാൻ 3ലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും ചന്ദ്രയാൻ 3ന് മൊത്തം ചെലവെന്ന് പറയുന്നത് 615 കോടി രൂപയുമാണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപം ഏതാണ്? ഏതാണ് നൃത്തകലാരൂപം? കേരളത്തിൻ്റെ തനതായ നൃത്തകലാരൂപമാണ് മോഹിനിയാട്ടമാണ് കേട്ടോ. കേരളത്തിൻ്റെ നൃത്തകലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? നമ്മൾ കഴിഞ്ഞ SCERT ചാപ്റ്റർ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അമ്മ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ്? നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മേക്സ് ഇട്ട അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയത്. ആരാണ്? മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ എഴുതിയിട്ടുള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ തലത്തിലാണല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനം എന്ന് പറയുന്നത്? ഏതാണ്? ലോക്പാലാണ്. സംസ്ഥാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്? ലോകയുക്തിയാണ് അല്ലേ. ദേശീയ തലത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്പാലാണ് അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് അല്ലേ. ധനഞ്ജയ വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ DY ചന്ദ്രചൂഡ് എന്നും ചോദിക്കാറുണ്ട് കേട്ടോ. DY ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണമെന്ന ലെസേഴ്സ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്? നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ഒരു SCERT ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ലെസേഴ്സ് ഫെയർ സിദ്ധാന്തം, അതുപോലെ തന്നെ കുറേ സിദ്ധാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റോബിൻസണിനെ കുറിച്ചും സാമുവൽസണിനെ കുറിച്ചും അതുപോലെ തന്നെ കാൾ മാർക്സ്, ആൽഫ്രഡ് മാർഷലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ കാണാതിട്ടുണ്ടെങ്കിൽ പുതിയ SCERT ക്ലാസ്സുകൾ പോയി കാണാം കേട്ടോ. 9ാം ക്ലാസ്സിൽ SCERT അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ SCERT ഇല്ലാന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണ് ലെസേഴ്സ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത്? ആരാണ്? ആദം സ്മിത്ത് ആണ് കേട്ടോ. ഓപ്ഷനിലില്ല. ആദം സ്മിത്ത് ആണ് എന്ത് കൊണ്ടുവന്നത്? ലെസേഴ്സ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നതാണ് ലെസേഴ്സ് ഫെയർ സിദ്ധാന്തം കൊണ്ടത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണല്ലേ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഏതാണ്? ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗഗൻയാൻ എന്ന് പറയുന്ന പദ്ധതിയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISRO പദ്ധതി എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായരാണ് ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. ആരാണ്? ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കായിരുന്നു? ക്ലോഡിയ ഗോൾഡിൻ. ഈ ചോദിക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തിൽ 2023 സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലോഡിയ ഗോൾഡിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിരിക്കുക. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത്. ക്ലോഡിയ ഗോൾഡിനാണ്. നോബൽ സമ്മാനങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. നോബൽ സമ്മാനങ്ങളൊക്കെ 2023 ആ ഒരു സമയത്ത് എക്സാം, 2024 എക്സാമുകളിലൊക്കെ കൂടുതലായിട്ട് ഈ 2023 ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഈ ക്ലോഡിയ ഗോൾഡിനെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? റിപ്പീറ്റഡ് ആണല്ലേ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? ഇതിലേതാണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം എന്ന് പറയുന്നത് ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം എന്ന് പറയുന്നത്. അസ്ഥികളുടെ ശരിയായ പ്രവർത്തനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കമൻറ്റ് ചെയ്യട്ടോ. വൈറ്റമിൻസിനെ കുറിച്ച് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയി, കാരണം എല്ലാ ക്വസ്റ്റ്യനും ഇപ്പോൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് അല്ലേ വൈറ്റമിൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ വൈറ്റമിൻ അസ്ഥികളുടെ ശരിയായ ബലത്തിനും പല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അസ്ഥികളുടെ കാഠിന്യത്തിന് നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നെക്സ്റ്റ്, ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി ഏതാണ്? അസ്ഥികളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിൽ SCERT ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെറിയ ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെയാണ് തോന്നുന്നു ഇത് ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഈ 2 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അസ്ഥിനെ കുറിച്ചിട്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി ഏതാണല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി? ഏതാണ്? വിജാഗിരി സന്ധിയാണ്. ഇരുദിശകളിലേക്ക് തിരിയുന്ന സന്ധി എന്ന് പറയുന്നത് ഏതാണ്? വിജാഗിരി സന്ധിയാണ് ഇരുദിശകളിലേക്ക് തിരിയുന്നത്. ഗോളര സന്ധി എന്ന് വെച്ചാൽ എന്താണ്? ഒരു കുഴിയിൽ നിന്ന് ഇങ്ങനെ തിരിയാലേ, അതിനാണ് ഗോളര സന്ധി എന്ന് പറയുന്നത്. വിജാഗിരി സന്ധി എന്ന് വെച്ചാൽ എന്താണ്? ഇരുദിശകളിലേക്ക് തിരിയുന്നതിനെയാണെന്ന് പറയുന്നത്.
വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയാണ് അല്ലേ? ട്രക്കിയാണ് സി ആകൃതിയിൽ കാണപ്പെടുന്ന തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ട്രക്കിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ജീവിയും ശാസ്ത്രനാമമാണ് നൽകിയിരിക്കുന്നത്. ഏതാണ്? പൂച്ചയുടെ ഫെലിസ് ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നതിൽ ഏതാണ് ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിലെ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത്? പൂച്ചയുടെ ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. അത് ശരിയാണ്ടോ? പൂച്ചയുടെ ഫെലിസ് ഡൊമസ്റ്റിക്കസ് ആണ്. പിന്നെന്താണ്? നായയുടെ കാനിസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നായയുടെ ഏതാണ്? കാനിസ് ഫെമിലിയാരിസിസ് ആണല്ലേ? കാനിസ് ഫെമിലിയാരിസിസ് ആണ് എന്ന് പറയുന്നത് നായയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കാനിസ് ഫെമിലിയാരിസിസ് ആണ്. കാക്കയുടെ കോർവസ് സ്പ്ലെൻഡൻസ് ആണ്. അതും ശരിയാണ്ടോ? കാക്കയുടെ കോർവസ് സ്പ്ലെൻഡൻസ് ആണ്. മയിലിൻ്റെ പാവോ ക്രിസ്റ്റാറ്റിസ് ആണോ? മയിലിൻ്റെ എന്താണ്? പാവോ ക്രിസ്റ്റാറ്റിസ് ആണ്. അപ്പോൾ ഏതാണ് ശരി? 1, 3 ആണ് കേട്ടോ ശരി പറയുന്നത്. ബി ആണ് ആൻസർ വരുന്നത്. പൂച്ചയുടെ ഫെലിസ് ഡൊമസ്റ്റിക്കസ്, നായ കാനിസ് ഫെമിലിയാരിസിസ്, കാക്ക കോർവസ് സ്പ്ലെൻഡൻസ്, മയില് പാവോ ക്രിസ്റ്റാറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇതും കറക്റ്റ് SCERT നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണല്ലേ. ഓരോ ജീവികളുടെയും ഹൃദയ അറകൾ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിൽ ഏതാണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. പാറ്റയ്ക്ക് എത്ര ഹൃദയ അറകളാണുള്ളത്? പാറ്റയ്ക്ക് 13 ആണോ? പാറ്റയ്ക്ക് 13 ഹൃദയ അറകളാണുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതാണ്? പല്ലി എന്ന് പറയുന്നതിന് എത്രയാണ്? 3 ആണോ? പല്ലിക്ക് 3 ഹൃദയ അറകളാണുള്ളത്. പക്ഷിക്ക് എത്രയാണ്? പക്ഷിക്ക് എത്രയാണ്? പക്ഷിക്ക് 4 കേട്ടോ. 4 ഹൃദയ അറകളാണുള്ളത്. മത്സ്യത്തിന് 2 അറകളാണുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? A2 അല്ലേ? എന്ന് പറയുന്നത് പാറ്റയല്ലേ പറഞ്ഞത്? പാറ്റയുടെ ആൻസർ A3 അല്ലേ? A3 ആണോ വന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എത്രയാണ്? പല്ലി എന്ന് പറയുന്നത് 4 ആണല്ലേ നമ്മൾ പറഞ്ഞത്? B4 ആണ് പറഞ്ഞത്. പിന്നെ എന്താണ്? സി എന്ന് പറയുന്നത് എത്രയാണ് പറയുന്നത് നമ്മെ? പക്ഷിയുടെ എത്രയാണ് പറഞ്ഞത്? പക്ഷിയുടെ 1 പറഞ്ഞു, മത്സ്യത്തിൻ്റെ 2 പറഞ്ഞു അല്ലേ? അതായത് A3 B4 C1 D2 ആണല്ലേ ശരിയായ ആൻസർ. പാറ്റയ്ക്ക് 13 അല്ലേ? പാറ്റയ്ക്ക് 13 ഹൃദയ അറകളാണുള്ളത്. പല്ലിക്ക് എത്ര ഹൃദയ അറകളാണുള്ളത്? 3 അല്ലേ? പല്ലിക്ക് 3 അറകളാണുള്ളത്. പക്ഷിക്ക് 4, മത്സ്യത്തിന് 2 ഹൃദയ അറകളാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നുണ്ട് അല്ലേ? പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഏത് വർഷത്തിൻ്റെ പരിസ്ഥിതി സന്ദേശമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഏത് വർഷത്തിൻ്റെ സന്ദേശമാണ്? ഏത് വർഷത്തിൻ്റെ ആയിരുന്നു? 2023 കേട്ടോ. 2023 തീമായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സങ്കര ഇനം എന്ന് പറയുന്നത് ഒരു ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുക്തി, അനഘ, അക്ഷയ എന്ന് പറയുന്നതൊക്കെ എന്താണ്? തക്കാളിയുടെ സങ്കര ഇനമാണ്. ഹരിത, നീലിമ എന്നൊക്കെ പറയുന്നത് നീല കളർ, ഹരിത, ശ്വേത, ഹരിത, നീലിമ ഏതൊക്കെയായിരുന്നു? വഴുതന അല്ലേ? വഴുതനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളറുകളാണ് കൂടുതലും വരുന്നത് എന്നുള്ളത്. ശ്വേത, ഹരിത, നീലിമ എന്ന് പറയുന്ന കളറുകളിലൊക്കെ വഴുതന കാണുന്നതൊക്കെ പഠിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുക്തി, അനഘ, അക്ഷയൊക്കെയാണ് സങ്കര ഇനം തക്കാളികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ഭാരത്തിൻ്റെ അടിസ്ഥാന SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നെക്സ്റ്റ്, 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്രയാണല്ലേ ചോദിച്ചിരിക്കുന്നത്. എത്ര പവറാണ് വരുന്നത്? 4 ഡയോപ്റ്റർ ആണ് വരുന്നത്. അതായത് ലെൻസിൻ്റെ പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 100 ഫോക്കൽ ലെങ്ത് ആണ്. അതായത് 100 ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണല്ലേ? അപ്പോൾ 100/25 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? ഇപ്പോൾ 4 ഡയോപ്റ്റർ ആണ് വരുന്നത്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 ഫോക്കൽ ലെങ്ത് ആണ്. 100/f ആണ് എന്ത്? ഫോക്കൽ പവർ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 100/f ആണ്. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കാട്ടെ. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ റിവൈസ് ചെയ്തപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. 100/f എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. റേഡിയോ ആക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഇതിൽ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്നത്. സാധാരണയായിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാർബൺ ഐസോടോപ്പ് എന്ന് പറയുന്നത് കാർബൺ 14 ആണ്. നമുക്കിതിൽ ആൻസർ നൽകിയിട്ടില്ല, അത് ഡെലീഷൻ ആയി പോയിട്ടുണ്ട്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള കാർബണിൻ്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, കാർബൺ 14 ആണ്. നെക്സ്റ്റ്, ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വാട്ട് ആകുമെന്ന് ചോദിക്കാറുണ്ട് അല്ലേ? എപ്പോഴും നമുക്ക് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വോട്ടാണ്? 746 വോട്ടിൽ 746 വാട്ടാണ് 63 കുതിരശക്തി എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ജോസഫ് പ്രിസ്റ്റിൽ എന്താണ് കണ്ടുപിടിച്ചത്? ഓക്സിജൻ കണ്ടുപിടിച്ചതാണ് അല്ലേ? ജോസഫ് പ്രിസ്റ്റിൽ ഓക്സിജൻ കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ ഏണസ്റ്റ് റുദർഫോർഡ് എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? നമ്മൾ ഒരു കോഡൊക്കെ ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? NRTC ആണ് വരുന്നത്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഹെൻറി കാവൻഡിഷ് ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിലവിലെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥനാണ് അല്ലേ? ചന്ദ്രയാൻ 3യുടെ സമയത്തും ISRO ചെയർമാൻ ആയിരുന്നത് എസ് സോമനാഥാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ ലാൻഡറിൻ്റെ പേര് വിക്രമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ റോവറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരേതാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ അടുത്തായിട്ട്. കാരണം ഇപ്പോൾ അടുത്തായിട്ടാണ് ഈ പദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഏതാണ്? അമൃതം ആരോഗ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? ക്ഷയം, ചിക്കൻ ബോക്സ് എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ക്ഷയവും അതുപോലെ തന്നെ ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗമാണ്. നെക്സ്റ്റ്, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാക്കുന്നത് ഏത് വൈറ്റമിൻ്റെ തുടർച്ചയായ മൂലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. സിറോഫ്താൽമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ് അല്ലേ? വൈറ്റമിൻ എ എന്ന് പറയുന്നതിൻ്റെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ പറഞ്ഞു കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ എ സഹായിക്കുന്നത്. കൂടുതലും ഇലക്കറികളാണ് അവിടെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? കരൾ, അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതൊക്കെ കഴിക്കേണ്ടതാണ് വൈറ്റമിൻ എയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ്റമിൻ എയിൽ വരുന്നവയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? വൈറ്റമിൻ കെ എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാനാണ് സഹായിക്കുന്നത്. വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലേക്ക് കാണപ്പെടുന്നതാണ് വൈറ്റമിൻ കെ ആയിരുന്നു. നെക്സ്റ്റ് എന്താണ്? വൈറ്റമിൻ ബി എന്ന് പറയുന്നത് എത്രയുണ്ട്? B1 മുതൽ B12 വരെയുണ്ട് അല്ലേ? B12 വരെയുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റമിൻ ബി കൂടുതലായിട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ധാന്യങ്ങളുടെ തവിടിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ധാന്യങ്ങളുടെ തവിടിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ B7 എന്ന് പറയുന്നത് എന്താണ്? B7 എന്ന് പറയുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. ബയോട്ടിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വൈറ്റമിൻ B7 ആണ്. ഓക്കെ, വൈറ്റമിൻ എച്ച് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എച്ച് ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B7 ആണ്. വൈറ്റമിൻ എച്ച് എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B7 ആണ് കേട്ടോ. ഓക്കെ, വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഏതാണ്? വൈറ്റമിൻ സി എന്ന് പറയുന്നത് പഴങ്ങളിലും പച്ചക്കറികളിലൊക്കെ കാണപ്പെടുന്നില്ലേ? വേവിച്ചാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പിന്നെ പറഞ്ഞത്? മോണ, ത്വക്ക്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ആണ്. മോണയിൽ രക്തസ്രാവം ഉണ്ടായാൽ ഏത് വൈറ്റമിൻ അഭാവം മൂലമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പം നമ്മൾ വൈറ്റമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിവൈസ് ചെയ്യുന്നതാണ്. കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9-നാണ്. 2014 നവംബർ 9-നാണ് ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത്. 2014 നവംബർ 9-ന്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഏതിനെയാണ്? കണ്ണിനെയാണ് അല്ലേ? കണ്ണിനാണ് ഗ്ലോക്കോമ, തിമിരം, അതുപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് എന്തിനാണ്? കണ്ണിനെയാണ്. ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനെയാണ് ബാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു അല്ലേ? 7th ക്ലാസ്സിൽ ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലാണെന്ന് തോന്നുന്നു. സോഷ്യൽ സയൻസിലായിരുന്നു. ഡോക്ടർ MS സ്വാമിനാഥനെ കുറിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹം മരിച്ചതെന്നാണ് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28-നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? വൈറസ് രോഗമല്ലാത്തത് ഏതാണ്? എലിപ്പനി അല്ലേ? എലിപ്പനി എന്ന് പറയുന്നത് ഏതാണ്? ബാക്ടീരിയ രോഗമാണ് അല്ലേ? ബാക്ടീരിയ രോഗമാണ് എലിപ്പനി എന്ന് പറയുന്നത്. ബാക്ടീരിയ രോഗമാണ്. ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, എയ്ഡ്സ് എന്നിവയൊക്കെ എന്താണ്? ചിക്കുൻഗുനിയ, ഡെങ്കിപ്പനി, എയ്ഡ്സ് എന്നിവയൊക്കെ എന്താണ്? വൈറസ് രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഏതൊക്കെയാണ്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ എന്നിവയ്ക്ക് എന്താണ്? ജീവിതശൈലി രോഗങ്ങളാണ്. അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ ഒക്കെ എന്താണ്? ജീവിതശൈലി രോഗമാണ്. മലേറിയ ആണ് അതിൽ വരാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? മാനസിക രോഗവിമുക്തമായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? ഏതാണ്? സ്നേഹക്കൂട് അല്ലേ? സ്നേഹക്കൂടാണ്. മാനസിക രോഗവിമുക്തമായവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. നെക്സ്റ്റ്, കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഒമിക്രോൺ കൊറോണ വൈറസ് ഭേദകമാണ്, അത് വകഭേദമാണ്, അത് ഒമിക്രോൺ എന്ന് പറയുന്നത്. അത് സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശ്വാസകോശമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്മ, എംഫസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് എന്താണ്? ശ്വാസകോശ രോഗങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസ്മ, എംഫസീമ, ബ്രോങ്കൈറ്റിസ് എന്നിവ ശ്വാസകോശ രോഗങ്ങളാണ്. നെഫ്രൈറ്റിസ് എന്തിനെ ബാധിക്കുന്ന? വൃക്കയെ ബാധിക്കുന്ന രോഗമാണ് അല്ലേ? വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണ് ആവിഷ്കരിച്ച പദ്ധതി എന്ന് പറയുന്നത്? ഏതാണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന പദ്ധതി എന്ന് പറയുന്നത് മാതൃജ്യോതിയാണ്. മാതൃജ്യോതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണല്ലേ? ത്വക്കാണ് ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ ത്വക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്? ഏതാണ്? ക്ഷയം ബാക്ടീരിയ രോഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിപ്പ വൈറസ് രോഗമാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? വട്ടച്ചൊറി എന്താണ്? ഫംഗസ് ആണ്. വട്ടച്ചൊറി എന്ന് പറയുന്നത് ഫംഗസ് ആണ്. അതുപോലെ തന്നെ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ ആണ്. എലിപ്പനി എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അപ്പോൾ അതിൽ ശരിയായത് ക്ഷയം ബാക്ടീരിയ, നിപ്പ വൈറസ് ആണ്. എലിപ്പനി ബാക്ടീരിയ രോഗം, വട്ടച്ചൊറി എന്താണ്? ഫംഗസ് രോഗവുമാണ്. ഇത്രയാണ്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിന് ഇഷ്ടമാവാണെന്ന് സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.